ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. എൻ്റെ പേര് ത്രേസ്യാമ്മ. ഞാനിവിടെ അടുത്ത് കവിക്കാട് വരുന്നു. ഒത്തിരിയേറെ സൗഖ്യദായകമായ അനുഭവങ്ങൾ ഞാൻ ഈ ആൾക്കാരെയും പങ്കുവച്ചിട്ടുണ്ട്. ഈ അടുത്ത ദിവസം കഴിഞ്ഞ 15-ാം തീയതി എനിക്കൊരു പനി, രാവിലെ മുതൽ ഒരല്പം അസ്വസ്ഥതയുണ്ടായിരുന്നെങ്കിലും വൈകിട്ട് 7 മണിയോടുകൂടി ഞാൻ വീണ് കിടക്കുന്ന അവസ്ഥയിൽ എന്നെ പനിച്ചു. ആ പനി രാത്രി 2 മണി വരെ നന്നായി പനിച്ചു. പനി കഴിഞ്ഞ് എഴുന്നേറ്റപ്പോഴേ ഛർദ്ദിക്കാൻ തുടങ്ങി. ഛർദ്ദിച്ച് രാവിലെ 7:45 വരെയും ഞാൻ ഛർദ്ദിച്ചു. ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഛർദ്ദിച്ച് ഒത്തിരി അവസ്ഥയായപ്പോൾ തൊണ്ടയ്ക്ക് ഒരു അസ്വസ്ഥത തോന്നി. ഇതിനെ തൊണ്ടയിലേക്ക് തിരുമ്പി നോക്കിയപ്പോൾ എൻ്റെ വണ്ണത്തിൽ എൻ്റെ തൊണ്ടയുടെ സൈഡിനായി ഒരു മുഴ, അതിനോട് ചേർന്ന് ഒരു കുന്നിക്കുരുവോളം വേറൊരു കുഞ്ഞു മുഴയും കൂടി അനുഭവപ്പെട്ടു. അതിന് വേദനയും ഉണ്ടായിരുന്നു. കുറച്ച് സമയം നോക്കി 8-9 വീണ്ടും ഛർദ്ദിക്കുകയാണ്. അങ്ങനെ ഛർദ്ദി മാറാൻ എനിക്കൊന്ന് ഉറങ്ങണം. ഇത്രയും സമയം ഉറങ്ങാതെ കഴിച്ചു കൂട്ടിയതല്ലേ, എനിക്ക് അമ്മയോടൊന്ന് ഉറക്കം ചോദിക്കാമെന്ന് വിചാരിച്ച് ഞാൻ നമ്മുടെ മാതാവിൻ്റെ എണ്ണയെടുത്ത് നെറ്റിയിലും ശിരസിലും നാവിലും കുരിശു വരച്ചിട്ട് പെട്ടെന്ന് ഈ മുഴയിലും കൂടി കുരിശു വരച്ചു. എന്നിട്ട് അമ്മ എനിക്ക് ഉറക്കം തരണേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് കിടന്നു തന്നെ അപ്പോൾ തന്നെ ഉറങ്ങി. 11 മണി ആയപ്പോൾ നല്ല ഉറക്കം കിട്ടണീട്ടപ്പോൾ എനിക്ക് എല്ലാ അസ്വസ്ഥതകളും മാറിയതായി തോന്നി. ഞാൻ അമ്മയ്ക്ക് നന്ദി പറയാം. അത് കഴിഞ്ഞ് വെള്ളം വല്ലതും ഉണ്ടാക്കി കുടിക്കാമെന്നുള്ള ധാരണയിൽ എണീറ്റ് അമ്മയോട് നന്ദി പറയാൻ അടുത്തപ്പോൾ ഈ എണ്ണ തൊടാനായിട്ടൊന്ന് ചെല്ലുമ്പോൾ എനിക്ക് റോസാപ്പൂവിൻ്റെ സുഗന്ധം അനുഭവപ്പെട്ടു. പിന്നെ ഞാൻ എണ്ണയെടുത്ത് വീണ്ടും കുരിശു വരച്ചപ്പോൾ ഇനി കുരിശു വരച്ച് വരുമ്പോൾ ഈ മുഴയിലെ കുരിശു വരയ്ക്കാൻ വരുമ്പോൾ ആ മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. രണ്ട് കരങ്ങളിൽ ഹല്ലേലൂയ പറഞ്ഞേ.